പൗഡർ എടുത്ത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മളൊരു കലക്കം ഗൈസ് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, എൻ്റെ വിരൽ ഉപയോഗിച്ച് ഞാൻ മിക്സ് ചെയ്യും. ഓവൻ അതെന്നൊക്കെ ചൂട് പട്ടിണി എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ഫീറ്റ് ഉണ്ടാവില്ലേ, അതുപോലെ ഫീൽ ചെയ്യണം. ഭയങ്കര ഭയങ്കര ഇങ്ങനെ 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 ഇങ്ങനെ. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൈരും ബീറ്റ്റൂട്ട് പൗഡറും വെച്ചിട്ട് ഒരടിപൊളി ഫേഷ്യൽ മാസ്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഗുഡ്നെസ്സിൻ്റെ ബീറ്റ്റൂട്ട് പൗഡർ എടുത്ത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മളൊരു കലക്കം ഗൈസ്. നമുക്ക് ഇത് വെച്ചിട്ട് കുറേ സ്കിൻ ക്രീമുകളൊക്കെ ഉണ്ടാക്കണം. ക്രീമല്ല, എന്തുവാ, ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഒരു ബളിച്ച തൈരുണ്ട്, അത് മിക്സിങ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തൊക്കെ വാരി പൊത്തി കുറച്ച് നേരം ഇരുന്ന് ഗ്ലോ വരുന്നുണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഗ്ലോ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഞാൻ സത്യത്തിൽ ഒന്നും ഇട്ടിട്ടില്ല. ആക്ച്വലി എൻ്റെ സ്കിന്നിന് ഇത്ര കളറില്ല, കുറച്ചുകൂടി ഡാർക്ക് ഇതാണ്. പിന്നെ ഫോൺ ലൈറ്റ് കാരണം ഇച്ചിരി ഫെയർ ആയിട്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും ആർക്കും അങ്ങനെ വെളുപ്പിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇഷ്ടംപോലെ കാശൊക്കെ മുടക്കി ഒരുപാട് സ്കിൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് വെളുക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ, സത്യത്തിൽ അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ നമുക്കുള്ളതിനെ നമുക്കൊന്ന് ഡാമേജ് ആവാതെ എന്തോ നോക്കുന്നേ മാവയൊക്കെ ഇങ്ങോട്ട് നോക്കിയിരിക്കും. ഡാമേജ് ആവാതെ ഒരുമാതിരി എന്തോ പറയുന്നത് നല്ലപോലെ കെയർ ചെയ്തെടുക്കാം എന്നൊരു അഭിപ്രായമുണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെയിലിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ടാൻ അടിച്ചും പിന്നെ ഒരു 30+ കഴിഞ്ഞാണ്ടല്ലോ എങ്ങനെ നോക്കിയാലും സ്കിന്ന് ഡാമേജ് ആവും. പിന്നെ അതൊക്കെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ഇനി തൊട്ട് സ്കിൻ കെയർ വീഡിയോസ് ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ നിങ്ങളും ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ നാളെ നിങ്ങൾക്കും എന്തുകൊണ്ട് മാറ്റം വന്നുകൂടാ. ഇപ്പോൾ ഏകദേശം എൻ്റെ ആദ്യത്തെ സ്കിന്ന് ഫോട്ടോ ആണെങ്കിൽ ഞാൻ ഇത് കൂടെ വെക്കാം കേട്ടോ. അതായത് ആദ്യ സ്കിന്നെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഒരുമാതിരിയായിരുന്നു, വലിയ വലിയ പാട്ടക്കുഴികളൊക്കെ ആയിരുന്നു, ഭയങ്കര കട്ടർ. എൻ്റെ പപ്പ തന്നെ എന്നെ ട്രോളുമായിരുന്നു. അതായത് എന്താ മറ്റെന്തോ മെറ്റിൽ വാരി എറിഞ്ഞ പോലെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കേരളത്തിലെ ഒരു എന്താ പറയുന്ന ഒരു കട്ട് റോഡായിരുന്നു എൻ്റെ മുഖം. അതിൽ നിന്ന് ഞാൻ കുറേ സ്കിൻ കെയറുകളൊക്കെ ചെയ്ത് കുറച്ച് ഇങ്ങനൊരു ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തൊടുമ്പോൾ ഇതുണ്ട് ഇങ്ങനെ ആവുന്നത്. അത് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ആക്കിയെടുത്തത്. മറ്റൊരു കരിമ്പാറ കല്ലായിരുന്നു കരിമ്പാറക്കല്ല്. അപ്പം അതൊക്കെ ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്നുള്ളതിൽ ഒരു ഐറ്റം ഇവരാണ് കേസ്. മറ്റേ ഞാൻ ബീറ്റ്റൂട്ട് അരച്ചിടുമായിരുന്നു, ഇപ്പം അരയ്ക്കാനൊക്കെ സമയമില്ല. അപ്പം ഇത് അടിപൊളിയാണ്, എല്ലാവരും പറഞ്ഞു നല്ലതാണ്. അപ്പം നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഈ സാധനം അങ്ങോട്ട് പൊട്ടിച്ച് നമ്മൾ എടുത്ത് അങ്ങനെ ഈ പാക്കറ്റ് പൊട്ടിച്ച് ഇതിനകത്തുനിന്ന് ബീറ്റ്റൂട്ട് പൗഡർ ഉണ്ട്. ഇത് സീനാണ് ഗൈസ്. നമുക്ക് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല, അതിനകത്ത് വേറൊരു പാക്കറ്റാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്കാവശ്യത്തിന് അതൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കൊരാവശ്യത്തിന് എൻ്റെ ഈ മോന്തയിൽ മൊത്തം തേക്കാനുള്ളത് കിട്ടണം. അപ്പം അതിനുള്ളത് എടുത്തിട്ട് എന്താടാ അവർ സീൻ ഇപ്പം അവരെ കൊണ്ട് നടക്കേണ്ട സമയമാണ്. അപ്പാണ് ഞാൻ സ്കിൻ കെയർ എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുന്നത്, അതും അവരുടെ കൺമുന്നിൽ. അവർ ആരാണെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഷോർട്ട് വീഡിയോസിലൊക്കെ വരുന്ന ലല്ലു, വാവ, പാപ്പു, ഇവരാണ് ഗൈസ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തൈര്, നല്ല കാട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സ്പൂണ്, സ്റ്റിക്ക് അങ്ങനെ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, എൻ്റെ വിരൽ ഉപയോഗിച്ച് ഞാൻ മിക്സ് ചെയ്യും. കളറ് കണ്ടോ, ആര് ചുണ്ടത്ത് തേക്കാൻ തോന്നുന്നു.
തുടക്കക്കാർക്കൊക്കെ പറ്റിയ അടിപൊളി ഫേസ് മാസ്ക് ആട്ടോ ഇത്. ചിലവും കുറവ്, പിന്നെ നല്ല ബീട്രൂട്ടൊക്കെ അരച്ചെടുത്ത് ഇങ്ങനെ തേക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം നല്ലപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ നടക്കത്തില്ല, ഒരു ഹെയർ വാഷ് വയ്ക്കാം. എന്തോ വെൽവെറ്റ് പോലെ ഇരിക്കുന്നു കേട്ടോ. മൊത്തം അങ്ങോട്ട് വാരി പൊത്തണം അങ്ങനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ വീഡിയോ കിടക്കുന്നുണ്ട് എങ്ങനെയൊന്നും വാരി പൊത്താൻ പറ്റുന്നില്ല ഗൈസ്. ചുമ്മാ ഒരു നിങ്ങൾ എന്ത് വിചാരിക്കും? പക്ഷെ ഇതൊരു ശീലമായി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല. അതാണ് ഞാൻ. എല്ലാം ക്ലിയർ ആവുന്നുണ്ടോ എന്തോ. എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ എല്ലാ വീഡിയോസും ഞാൻ എടുക്കും. അവസാനം അതിനകത്ത് പകുതി കാണത്തില്ല, അല്ലെങ്കിൽ സൗണ്ട് കാണത്തില്ല. അങ്ങനെ എത്രയോ ചത്ത വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നറിയാവോ? മുഖത്തൊന്നും ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ സത്യം. പക്ഷെ ഇച്ചിരി ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊരു പൊട്ടിക്ക് തൂത്തിട്ടുണ്ട്. പണ്ട് രക്തചന്ദനം അരച്ച് തേച്ച ഒരു ഓർമ്മ അയാൾ ഇറക്കിപ്പോയി ഞാൻ അറിയാതെ. രക്ഷയില്ലട്ടോ, പൊട്ടി. മൂക്കയിലൊക്കെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അടുത്തത് ഞാൻ ഉടനെ പറയാം. അങ്ങനെ നമ്മുടെ ഈ ചത്ത സ്കിന്നൊക്കെ മാറി നല്ല അടിപൊളി സൂപ്പർ സ്കിന്നാവാൻ നമുക്ക് ഇന്ന് മുതൽ പരിശ്രമിക്കാം. നിങ്ങളും എൻ്റെ ഒപ്പം തീരുമാനം എടുക്കണം. എനിക്ക് 30+ ആണോ? എൻ്റെ കൂടെ കൂടിക്കും. നമുക്ക് ചെറിയ ചെറിയ സ്കിൻ കെയറുകളൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാം. എന്താ ഇത്? സെറ്റ് സാധനം കേട്ടോ. ബീട്രൂട്ടിൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഉറച്ചില്ല കേട്ടോ. സത്യത്തിൽ എൻ്റെ പപ്പായും അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കുമ്പോൾ ഇവർക്ക് ഏതാണ്ട് വട്ട് പിടിച്ചെന്നുള്ളൊരു രീതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വലിയ ആഗ്രഹമാണ്. പക്ഷെ സമയവും ഇല്ല, ഒന്നുമില്ല. ഉള്ള സമയത്ത് ഇനി ഞാൻ വീഡിയോസ് എടുത്തിടും. ആരെങ്കിലും ഒരാളെങ്കിലും 200 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി. അത് ഇനി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ കാണുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ഇനി മുന്നോട്ട് പോവാം. ഞാൻ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് എനിക്ക് ബ്ലാ സംസാരിക്കാൻ അറിയാം, പക്ഷെ കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ അറിയൂടെ. അറിയാം, പക്ഷേ അങ്ങോട്ട് വരുന്നില്ല. ആ ഒരു ഫ്ലോ ഒക്കെ അങ്ങോട്ട് ആയി വരണം. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പൊളിക്കും. നമ്മൾ എന്ത് സാധനം ഈ കണ്ണിൻ്റെ ചുറ്റിലുണ്ടല്ലോ, നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണേ. ഇതിന് നമുക്കൊന്ന് കുറച്ചൊരു
ഇതൊന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ ഡ്രൈ ആയിട്ട് വരാം ഗായ്സ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഉണങ്ങി വരുന്നേ ഉള്ളൂ, ഇനിയും സമയമെടുക്കും. നിങ്ങൾ ഇതുപോലെ ഇനിയുണ്ടല്ലോ, നമ്മളൊരു എന്താ പറയുക, നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങി, നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ സ്കിന്നിന് എന്താണ് ആവശ്യം, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് കുറച്ച് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്താലുണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് വളരെ വലുതായിരിക്കും. അപ്പം ഇങ്ങനൊരു മോട്ടിവേഷനിലൂടെ ഞാൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, സ്കിന്നിൻ്റെ കെയറിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ ഒപ്പം കൂടുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഇച്ചിരി ബീട്രൂട്ട് വരച്ച് ഇച്ചിരി തൈരും ചേർത്ത് മുഖത്ത് വാരി പൊത്തിക്കൂ. എന്നിട്ട് അത് ഉണങ്ങിയ ശേഷം നല്ലപോലെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ നമുക്ക് ഹെൽത്തിന് ദോഷമായിട്ടൊന്നും ഇല്ലല്ലോ. നമ്മളിട്ടിങ്ങനെ നമ്മൾ ഈ തൈരും ബീട്രൂട്ടും ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് നമുക്ക് നമ്മുടെ ഒരു സ്കിന്നിനൊരു ഗ്ലോയും ഒരു ഹൈഡ്രേഷനൊക്കെ തരും. അപ്പം ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീട്രൂട്ട് നമുക്ക് സ്കിന്നിന് നമ്മൾ ഈ രക്തോട്ടം കൂട്ടാനും പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ നിറമൊക്കെ നമുക്ക് വരുന്നതിനും ഈ ബീട്രൂട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണയെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വെളുത്തിട്ട് പാറുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ നശിച്ചു പോയ നമ്മുടെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ടാനൊക്കെ അടിച്ച് വളരെ ഡള്ളായി പോയി ചത്തിരിക്കുകയാണ് നമ്മുടെ സ്കിന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഈ സ്കിൻ കെയറുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളും എൻ്റെ ഒപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ കൂടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എത്ര നാളുകൾക്കുള്ളിൽ നമുക്ക് എന്ത് മാറ്റം സംഭവിച്ചു എന്ന്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഓവൻ അതിന്നൊക്കെ ചൂട് പട്ടിണി എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ഫീറ്റ് ഉണ്ടാവില്ലേ, അതുപോലെ ഫീൽ ചെയ്യണം. ഭയങ്കര ഭയങ്കര ഇങ്ങനെ 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 ഇതുണ്ട് ഭയങ്കര. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇച്ചിരി ബീട്രൂട്ടിൻ്റെയും തൈരിൻ്റെയും കാര്യമുള്ളൂ. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ഞാൻ ഉപയോഗിച്ചത് ആൽഗുഡ്നെസ്സിൻ്റെ ബീട്രൂട്ട് പൗഡറാണ്. അപ്പം ബീട്രൂട്ട് പൗഡർ പല ബ്രാൻഡിൻ്റെ ഉണ്ട്, ഞാനത് വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ തൈരും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ട് പേസ്റ്റായിട്ട് ആക്കിയിട്ട് അതിനകത്ത് തൈര് കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് കളയണം. നല്ല റിസൾട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, കൂടെ കൂടിക്കും. നമുക്ക് ഇനി അടിച്ചു പൊളിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ.